നമസ്കാരം. കവിതാരാമം യൂട്യൂബ് ചാനലിൽ കാവ്യകേളി പരിചയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അക്ഷരശ്ലോകം പോലെ രണ്ടിലധികം പേർ കൂടി ചൊല്ലുന്ന ഒരു ഭാഷാ രീതിയാണിത്. ഭാഷാവൃത്തത്തിൽ രചിച്ചിട്ടുള്ള കവിതകളിൽ നിന്ന് മുക്തകങ്ങൾ പോലെ പൂർണ്ണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 8 വരികൾ അടർത്തിയെടുത്ത് അക്ഷരക്രമം ദീക്ഷിച്ച് ചൊല്ലുന്ന രീതിയാണ് കാവ്യകേളിക്കുള്ളത്. മുൻപിരിക്കുന്ന ആൾ ചൊല്ലുന്ന പദ്യഖണ്ഡത്തിൻ്റെ 5ാമത്തെ വരിയിലെ ആദ്യക്ഷരം കൊണ്ട് അടുത്തയാൾ തുടങ്ങണം. മലയാള കവികളിൽ പ്രമുഖനായ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഭാവനയിൽ വിരിഞ്ഞ കാവ്യകേളി നിലവിൽ വന്നത് 1979 സ്കൂൾ യുവജനോത്സവങ്ങളിലും ചില യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും കാവ്യകേളി ഒരു മത്സര ഇനമാണ്. ചില സമിതികളും കാവ്യകേളി മത്സരങ്ങൾ ആണ്ടുതോറും നടത്താറുണ്ട്. എന്നാൽ ഇവിടെ മത്സരങ്ങൾക്കു വേണ്ടി കുട്ടികളെ തയ്യാറാക്കുക എന്ന ഉദ്ദേശ്യമല്ല പ്രധാനമായിട്ടുള്ളത്. മഹാകവികളെയും അവരുടെ ചില കവിതാഭാഗങ്ങളെയും പരിചയപ്പെടുത്തുക, വൃത്തം, അലങ്കാരം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പുരാവൃത്തങ്ങൾ എന്നിവ പരാമർശിക്കുക, കവിതകൾ അനുയോജ്യമായ ഈണത്തിൽ ഭാവം ദീക്ഷിച്ച് അക്ഷരസ്ഫുടതയോടെ ചൊല്ലാൻ പരിശീലിപ്പിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പഠനരീതി പ്രയോജനപ്രദമാകുമെന്നതിന് സംശയമില്ല. ഒരു പദ്യഖണ്ഡം മാത്രമാണ് ഒരധ്യായം. ആഴ്ചയിൽ 2 അധ്യായം പോസ്റ്റ് ചെയ്യും. കവിത, കവി ഇവയെക്കുറിച്ച് ഒരു ലഘുവിവരണം, തുടർന്ന് കവിതാഭാഗം വൃത്താധിഷ്ഠിതമായ ഈണത്തിൽ സ്ഫുടമായി ചൊല്ലുന്നു. വരികൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ചൊല്ലുന്നത് കേട്ട് ചൊല്ലി പഠിക്കാം. അതേ കവിതയുടെ മറ്റു ഭാഗങ്ങൾ കാവ്യകേളി പുസ്തകങ്ങളിൽ കണ്ടെത്തി അതേ ഈണത്തിൽ ചൊല്ലി പഠിക്കാം. കാവ്യകേളി പുസ്തകങ്ങൾ പലതും പുസ്തകക്കടകളിൽ ലഭ്യമാണ്. കവിതാരാമം തയ്യാറാക്കിയ 1200-ലധികം പദ്യഖണ്ഡങ്ങളുള്ള കാവ്യകേളി പുസ്തകത്തിലെ പദ്യഖണ്ഡങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആയിൽ തുടങ്ങി ഹായിൽ അവസാനിക്കുന്ന 25 അക്ഷരങ്ങൾക്കാണ് പദ്യഖണ്ഡങ്ങൾ തയ്യാറാക്കാറുള്ളത്. മറ്റക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പദ്യഖണ്ഡങ്ങൾ വിരളമാണ്. പദ്യഖണ്ഡങ്ങൾ യൂട്യൂബിൽ വന്നാൽ പഠിച്ചു കേൾപ്പിക്കേണ്ടവർ 9847585058 9995206903 9447741820 ഈ നമ്പറിൽ ഏതിലും ചൊല്ലിക്കേൾപ്പിച്ചാൽ തിരുത്തി തരുന്നതാണ്. കാവ്യകേളി പുസ്തകം വേണ്ടവരും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവരും ആദ്യത്തെ നമ്പറിൽ ബന്ധപ്പെടുക. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഋഷിതുല്യനായ ഈ കവി 2008 എഴുത്തച്ഛൻ പുരസ്കാരവും 2019 ജ്ഞാനപീഠവും നേടി ഭാഷയെ അതിന്റെ ഔന്നത്യങ്ങളിലെത്തിച്ചു. ഭാരതീയ സംസ്കാരത്തെ നെഞ്ചേറ്റിയ ഇദ്ദേഹത്തിന്റെ കവിതകൾ ഭാഷയിലും വിഷയത്തിലും തികഞ്ഞ മൌലികത പുലർത്തുന്നവയാണ്. അദ്ദേഹത്തിന്റെ കരതലാമലകം എന്ന കവിതയിലെ 8 വരികളാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അന്നു പാടിയ പാട്ടുകൾ പാടാനും അന്നു പറഞ്ഞതുപോലെ നർമ്മങ്ങൾ പറയുവാനും അന്നത്തെപ്പോലെ ചിരിക്കാനും ഇന്നെനിക്ക് കഴിവില്ല. എന്നാൽ ഇന്ന് കണ്ണീരിൽ നിഷ്പന്ദവൃത്തിയായ കണ്ണുകൾ കൊണ്ടു ഞാൻ എന്റെ ഉള്ളം കൈയിലിരിക്കുന്ന നെല്ലിക്ക എന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവനും കാണുന്നു. പ്രായം പ്രകടനപരതയെ കുറച്ചാലും പരിചയജ്ഞാന സമ്പത്തു വർദ്ധിപ്പിക്കുമെന്ന് സാരം. ഈ കാവ്യഖണ്ഡം ഇവിടെ ചൊല്ലുന്നത് ഗായത്രി എസ് കിടങ്ങൂർ. സൈക്കോളജി ബിരുദധാരിയാണ് ഗായത്രി. അന്നു പാടിയ പാട്ടുകൾ പാടുവാൻ, അന്നു ചൊല്ലിയ നർമ്മങ്ങൾ ചൊല്ലുവാൻ, അന്നു തൂകിയ പുഞ്ചിരി തൂകാനുമിന്നെനിക്കു പടുത്വമില്ലോ മനെ. ഇന്നു കണ്ണീരിൽ നിഷ്പന്ദ വൃത്തിയാം കണ്ണുകൊണ്ടറിയുന്നു ഞാൻ സുസ്പഷ്ടമെന്റെ കൈ ഇരിക്കുന്ന നെല്ലിക്ക എന്ന
പോലി പ്രപഞ്ചം മുഴുവനും.